കണ്ടില്ലേ ഏതാലേ വ്യൂ പൊളിയാകുമ്പോൾ കുറച്ചുകൂടി സേഫാണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോയാൽ നമ്മളെ പിടിച്ച് ജയിലിടുന്നു, സൂക്ഷിച്ചിറങ്ങിയില്ലേ പണി പാടും ഗൈസ്. അതാണ് അവസ്ഥ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ 320. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളെ പാലക്കാട് വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്താലും അടിയിൽ ഡിസ്ക്രിപ്ഷനിലെ മുകളിൽ ഐക്കാർഡിലോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നമ്മളങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളങ്ങനെ നെല്ലിയാമ്പതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് പോണ വഴിക്ക് കുറച്ച് വയലുകൾ കണ്ടാണ്. കുറച്ചല്ല, ഫുള്ള് വയലുകളേ ഉള്ളൂ ഗൈസ് ഇവിടെ. ഫുള്ള് അല്ലേ, ഫുള്ള് കാറ്റാണ് ഗൈസ്, ഫുള്ള് കാറ്റ്. ആ അമ്മാരി വയലാണ് പറഞ്ഞാൽ അമ്മാരി വയൽ. നമ്മളെ ചുറ്റും വയലാണ് ഗൈസ്. ഞാൻ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ വയൽ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് വയലാണ് ഗൈസ്, ഫുള്ള് ഗൈസ്. നമുക്ക് നമ്മളെ കാറിന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം ഗൈസ്. ഒന്നും പറയാൻ സംഭവം കുറേ വെയിലൊക്കെ ഉണ്ടെങ്കിലും സംഭവം സെറ്റാണ്. ഏതായാലും കാറ്റുള്ള സ്ഥിതി ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ വയൽ മൊത്തം സെറ്റപ്പാണ്. പിന്നെ പറഞ്ഞാൽ എന്താ പറയുക, പൊളിയാണ്. ഏതായാലും നല്ല കാറ്റാണ്, ഫുള്ള് കാറ്റാണ് ഗൈസ്. സൗണ്ടൊന്നും ക്ലിയർ ആണോ എനിക്കറിഞ്ഞൂടെ, കാരണം അമ്മാരി ഇതാണ്, എന്താ പറയുക, കാറ്റാണ് ഗൈസ്. നല്ല സൗണ്ട്. അപ്പം ഫുള്ള് കാറ്റായതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ ആണല്ലോ ഗൈസ്, നിങ്ങൾ ക്ഷമിക്ക്. ആ ഗൈസ് കണ്ടില്ലേ, നമുക്ക് ആ പഴയ മോഡൽ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന കണ്ടില്ലേ, പഴയ മോഡൽ. പഴയ മോഡലല്ല, സംഭവം ഇപ്പോഴുള്ള മോഡൽ തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. ശരിക്കും വയൽ തന്നെ ഞാൻ മര്യാദയ്ക്ക് ഇത്ര അടുത്ത് പോയി കാണുന്നപ്പോഴായിരിക്കും. പൊളി തന്നെ. ഏതായാലും ഈ കാണുന്ന ഈ പൈപ്പ് കൂടിയാണ് വെള്ളം വന്ന് ഇതിലൊക്കെ ഈ സംഭവം വരുന്ന വെള്ളം. അപ്പോൾ പറഞ്ഞു തരേണ്ടി വരില്ല, എന്നാലും ഞാനൊന്നും പറഞ്ഞതാണ് ഒരു ഫോർമാലിറ്റി. ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഹോട്ടലിൽ കയറിയപ്പം അവിടെ ആകെയുള്ള ഇഡ്ഡലിയും ദോശയും മാത്രം. അതാണ് ഇന്ന് രാവിലെയും കഴിച്ച്. അതിനോട് നമ്മൾ വെറുതെ പോവുകയാണ് ഗൈസ്. ഇവിടെ വേറൊന്നുമില്ല, ഒരു പൊറാട്ടയും കൂടി ഒന്നുമില്ല ഗൈസ്. എന്താ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് അടിവാര റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും പോവാം. കിലോമീറ്റർ ഇനി ഈ കാടിനുള്ളിൽ തന്നെ ഇനി ഫുള്ള് കാടായിരിക്കും. അതായത് ഇപ്പോൾ അവിടെ നമുക്ക് റേഞ്ചില്ല. ഇനി എന്താ പറയുക, പുറം ലോകമായിട്ടൊരു ബന്ധമുണ്ട് അവിടെ, കാരണം മറ്റേ റേഞ്ചില്ല, ഒരു തുള്ളി റേഞ്ചില്ല ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ കാടൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളേതായാലും ഹോട്ടലിൽ കയറിയിട്ട് ഫുഡിന് വേണ്ടി കാത്തിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ട്രെക്കിങ്ങിന് പോകാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കൊന്നും എന്താ പറയുക, ട്രെക്കിങ്ങിന് പോകാൻ സാധ്യതയില്ല. നമുക്ക് എന്തായാലും ഓറഞ്ച് തോട്ടം ഉണ്ടെന്ന് പറഞ്ഞ്, ഓറഞ്ചൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുവരല്. അപ്പം ഓറഞ്ച് തോട്ടത്തിലേക്ക് പോവാം ഗൈസ്. ഇനി നമുക്ക് ഓറഞ്ച് തോട്ടത്തിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഓറഞ്ച് തോട്ടത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് കയറാനുള്ള ഗേറ്റ്. നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. കണ്ടില്ലേ, പൊളി സാധനം. ആ ഗൈസ് ഓറഞ്ച് തോട്ടത്തിൽ കയറി നമ്മളങ്ങനെ കുറേ തൈകളും ചെടികളൊക്കെ കണ്ടാണ് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എന്താ പറയുക, ഓറഞ്ച് തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു വീട് കണ്ടത്. കണ്ടില്ലേ, പ്രൈവറ്റ് ആയിട്ടുള്ള വീട്, ഒരു പബ്ലിക് ആയിട്ടുള്ള തോട്ടത്തിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ, പോരാ എന്താ പറയുക, ഒരു പബ്ലിക്കിൻ്റെ ഉള്ളിൽ വീട്, ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തിനുണ്ട്. സെറ്റ് തന്നെ, പൊളിയാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം.
അമ്പലം നല്ല കാറ്റുണ്ട് ഗൈസ്. ഏതായാലും ഇതെല്ലാം വൈബാണ്. പിന്നെ നമ്മളിപ്പോൾ കയറിക്കുന്ന ഒരു ഏർമാടത്തിൻ്റെ പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലെ ഒരു കമ്പൊക്കെ വെച്ച സംഭവമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ളത്. അതെ. പിന്നെ ഇവിടെ ഒരു കുളം. പിന്നെ ഇതാ കണ്ടി ഏതായാലേ ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഇൻവേർട്ടർ കണ്ടിരിക്കണതാ. റെഡ് കളർ ഇൻവേർട്ടർ. ടയറൊക്കെ നോക്കി മോഡിഫൈഡ് ചെയ്ത് എടുത്തതാണ് സംഭവം. ഗൈസ് നമ്മളങ്ങനെ ഓറഞ്ച് തോട്ടത്തിൽ നിന്ന് വന്നിരിക്കുക പോന്നിരിക്കുകയാണ് ഗൈസ്. മൂന്നാർ പോലെ തോന്നിക്കുന്ന മലമ്പേൻ്റെ തേയിലത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ മൂന്നാർ എന്നെത്തിയൊരു ഫീലാണ് ഗൈസ് ഉള്ളത്. കുറച്ച് ഹൈറ്റ് കൂടുതൽ മൂന്നാറിനുണ്ട് എന്നാണ് തോന്നുക. എന്നാലും കറക്റ്റ് മൂന്നാറിനെക്കാളും അടിപൊളിയാണ് തോന്നി. കാരണം അമ്മമാർ അടിപൊളി സ്പോട്ടാട്ടോ ഗൈസ്, ഒന്നും പറയാനില്ല, പൊളി. ഇപ്പോൾ ഗൈസ് കണ്ടില്ലേ ഏതാ സ്പോട്ട് പൊളിയാണ്. നമുക്കിനി കാറിൽ കയറിയതായാലും നമ്മളിനി ഇവിടുന്ന് പോവാണ്. ഇവിടെ നല്ല വെയിലുണ്ടായാലും കാറ്റും കൊണ്ട് വരുമ്പോൾ നല്ല തണുപ്പാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ എന്തോ പരിപാടിയുണ്ട്. നമ്മൾ വിചാരിച്ച എന്തോ ഫംഗ്ഷൻ സെറ്റാണ്. അതാണ് സത്യം ഗൈസ്. ഇതാണ് കഷായപ്പാറ. നമ്മളിപ്പോൾ അവിടെ നിന്ന് മറ്റേ മലമ്പേൻ്റെ തേയിലത്തോട്ടത്തിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ കഷായപ്പാറയിലാണ് ഗൈസ് നിൽക്കുന്നത്. കഷായപ്പാറ തന്നെയല്ലേനു? എന്താ പേരെന്തേനിൻ്റെ കഷായപ്പാറാണോ? എന്താ പേരെന്തേനു? കേശവൻ പാറയിലാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കേശവൻ പാറയിൽ എന്താ ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഗൈസ് കണ്ടില്ലേ, ക്യാമറ ഫീ 60, വീഡിയോഗ്രാഫി ചാർജ് 150. ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് കേശവൻ പാറയിലേക്കുള്ള എൻട്രിയാണ് ഗൈസ് ഇത്. നമുക്കങ്ങനെ കയറി പോകാൻ നിൽക്കാം ഗൈസ്. നമ്മളങ്ങനെ കേശവൻ കാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കേശവൻ വ്യൂ പോയിന്റിലാണ് ഗൈസ് എത്തിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒരു കാടന്നാണെന്ന് വേണമെങ്കിൽ പറയാം മൊത്തം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിലത്ത് മൂക്കും കുത്തി പോകും ഗൈസ്. വലിയൊരു മരം ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഡ്രിർ എന്നുള്ള മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, സൗണ്ട്, മറ്റേ ജീവിയുടെ അങ്ങനെ എന്തോ ഒരു ജീവിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ആ സൗണ്ട് ഉള്ളതുകൊണ്ട് മറ്റേ സൗണ്ട് ക്ലാരിറ്റിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെ വെറുതെ എന്തൊരു രസം അറിയോ, ഒരു സൗണ്ടും ഇല്ല. സൗണ്ടില്ല ഞാൻ പറയില്ല, മറ്റേ ആ ചിമ്മിണിയെല്ലാം സൗണ്ട് ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ നടുക്കുകയാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ. ഒന്നും പറയാനില്ല ഗൈസ്, പുള്ളി തന്നെയാണ്. ഇതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ ഗൈസ്, ഒന്നും പറയാനില്ല ഗൈസ്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോയാൽ നമ്മളെ പിടിച്ച് ജയിലിടുന്ന വരെയാണ് അവിടെ എഴുതി വെച്ചത് ഗൈസ്. കണ്ടില്ലേ അവിടെയുള്ള ഗൈസ്. ഫൈനലി വി റീച്ച്ഡ് കേശവൻ വ്യൂ പോയിന്റ്. അങ്ങനെ ഗൈസ് നമ്മൾ കേശവൻ വ്യൂ പാറൻ്റെ മുകളിൽ കയറി വ്യൂ പോയിന്റിലേക്ക് എത്താൻ പോവുക. നമ്മളങ്ങനെ കേശവൻ പാറ കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കേശവൻ പാറ ഏതാല്ലേ, ഇതാണ് കേശവൻ പാറ. എന്നാലും ഇനി എങ്ങനെയായിരിക്കും കേശവൻ പാറ എന്ന് പേര് വന്നത്? കേശവൻ അതെ, കേശവൻ എന്ന് പറയുന്ന ആളാണ് ഈ പാറ കണ്ടുപിടിച്ചത്. അങ്ങനെ കേശവൻ പാറ എന്ന് പേരിട്ട ആൾക്കാർ. ഗൈസ് കണ്ടില്ലേ, ഈ പാറിൻ്റെ താഴോട്ട് അങ്ങോട്ടേക്ക് ഒരു സ്ഥലമുണ്ട് ഗൈസ്. ആ വലിയൊരു വ്യൂ പോയിന്റ്, ഏതാലേ ലെവൽ തന്നെ ഗൈസ്.
വീഡിയോസ് ചെയ്താലും റെഡി ആയില്ല. ഏതാ വ്യൂ പോയിന്റ് ഗൈസ്? അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മളിവിടെ പാറമേൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി ഈ കാണുന്ന ഈ പാറ ഇറങ്ങാൻ പോവാണ് ഗൈസ്. സൂക്ഷിച്ചിറങ്ങിയില്ലേ പണി പാടും ഗൈസ്. അതാണ് അവസ്ഥ. അതിനോട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തെ ക്യാമറ ഒന്ന് ഓഫാക്കിയേക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ ആ പാറയിൽ നിന്ന് ഈ സൈഡിലേക്ക് വന്ന് ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി സേഫാണ് ഗൈസ്. ക്യാമറയൊക്കെ എളുക്കുന്നുണ്ടാവും മതി ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ പകുതി ഏതായാലും ഇറങ്ങി. പകുതി താഴോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചല്ലേ വ്യൂ കണ്ടില്ലേ? ഏതാല്ലേ വ്യൂ പൊളി തന്നെ. കേശവൻപാറയുള്ള വ്യൂ പോയിൻ്റാണ് കേട്ടോ. വന്നാലോ എന്തായാലും കയറിയ മസ്റ്റായിട്ട് കയറുക. അങ്ങനെ ഗൈസ് നമ്മളിതിനി തിരിച്ച് കയറാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. ഇപ്പം നമ്മൾ ഏതായാലും കയറി തുടങ്ങണേ ഉള്ളൂ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഏതായാലും നമ്മൾ ഇറങ്ങി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇറങ്ങണം ഗൈസ്. നമ്മളങ്ങനെ അവസാനം എന്താ പറയുക, ഏതായാലും ഇറങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഏതായാലും പുറത്തെത്തിക്കുകയാണ്. KSRTC ബസ്സൊക്കെ ഇങ്ങോട്ടേക്ക് സർവീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല വേണ്ട. പിന്നെ അതാ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. ആ തേയിലത്തോട്ടം ഇവിടെ ഉണ്ട് ഗൈസ്. ആ പുതിയ മോഡൽ FZ ഗൈസ്. നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി കാറിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ കുറേ നേരത്തിന് ശേഷമാണ് ഇപ്പോൾ ചായ കുടിച്ച് നമ്മൾ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഞാൻ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ കാറിൽ കയറി പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക, പാലക്കാട് നിന്ന് വന്നതിന് ശേഷമുള്ള എൻഡിങ് എടുക്കാനായില്ല, ഉറങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ എന്താ പറയുക കുറേ ദൂരം ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇവിടെ ഏതായാലും വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മയായി. അതെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏതായാലും തനുനെയും കുട്ടി അങ്ങ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല ദിവസമായി നമുക്ക് വീണ്ടും കാണാൻ വിഷ്വൽ ക്യാമറ ഭാവി ജവനോടൊപ്പം. ഇറ്റ്സ് മീ മോജോ സൈനിങ് ഔട്ട്.